ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഭഗവാൻ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും കഥയാണ് ഇന്ന്. മഹാദേവനും പാർവതീദേവിയും എങ്ങനെയായിരിക്കും കണ്ടുമുട്ടിയിട്ടുണ്ടാകുക? ഇനി കഥയിലേക്ക് കടക്കാം. സതീദേവിയുടെ പുനർജന്മമാണ് പാർവതീദേവി. ഹിമാലയ പർവ്വതങ്ങളുടെ രാജാവായ ഹിമവാന്റെ മകളായിട്ടാണ് പാർവതീദേവി ജനിച്ചത്. പർവ്വതത്തിൻ്റെ മകളായ പാർവതി എന്ന പേര് നൽകുകയും ചെയ്തു. 4 വയസ്സുള്ളപ്പോൾ നാരദമുനി പാർവതീദേവിയുടെ വീട് സന്ദർശിച്ചു. ഹിമവാൻ നാരദമുനിയെ സ്വാഗതം ചെയ്യുകയും പാർവതീദേവിയുടെ കൈപ്പത്തിയിലെ വരകൾ നോക്കി ഭാവി പരിശോധിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. നാരദമുനി പാർവതീദേവിയുടെ കൈപ്പത്തിയിലേക്ക് നോക്കി പാർവതീദേവിയുടെ അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സ്ത്രീകൾ പാർവതീദേവിയെ ബഹുമാനിക്കുമെന്നും ബഹുമാനാർത്ഥം ക്ഷേത്രങ്ങൾ പണിയുമെന്നും അദ്ദേഹം ഹിമവാനോട് പറഞ്ഞു. എന്നിരുന്നാലും അദ്ദേഹം അസ്വസ്ഥമായ ഒരു സത്യം വെളിപ്പെടുത്തി. പാർവതീദേവിയുടെ കൈപ്പത്തിയിലെ വരകൾ അനുസരിച്ച് പാർവതീദേവിയുടെ ഭർത്താവ് ഏറ്റവും ദരിദ്രമായ സ്ഥലങ്ങളിൽ താമസിക്കുന്ന, വിചിത്രമായ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച, ആവശ്യത്തിന് വസ്ത്രം ധരിക്കാത്ത ഒരാളായിരിക്കും. ഈ പ്രവചനത്തിൽ അസ്വസ്ഥനായ ഹിമവാൻ തൻ്റെ മകളുടെ വിധി മാറ്റാൻ ശ്രമിച്ചു. മുൻകൂട്ടി പറഞ്ഞ വിധി മാറ്റാൻ അദ്ദേഹം നാരദമുനിയോട് അപേക്ഷിച്ചു. എന്നിരുന്നാലും വിധി ഒഴിവാക്കാൻ കഴിയില്ലെന്ന് നാരദമുനി അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹം വിവരിച്ച ഗുണങ്ങൾ ശിവനിലും ഉണ്ടായിരുന്നു. അതിനാൽ പാർവതീദേവി ആഗ്രഹിക്കുന്നുവെങ്കിൽ ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതീദേവിക്ക് തപസ്സനുഷ്ഠിക്കാം. തപസ്സനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ച ഒരു സ്വപ്നം തനിക്ക് ലഭിച്ചതായിട്ട് പാർവതീദേവി നാരദമുനിയോടായിട്ട് പറഞ്ഞു. അങ്ങനെ മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയോടെ പാർവതീദേവി തൻ്റെ വീട് ഉപേക്ഷിച്ച് ഹിമാലയത്തിലെ കഠിനമായ തപസ്സുകൾ അനുഷ്ഠിച്ചു. ആദ്യകാലങ്ങളിൽ പാർവതീദേവിക്ക് ശാരീരികവും മാനസികവുമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ഈ സമയത്ത് കൈലാസത്തിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ശിവൻ തൻ്റെ ആദ്യ ഭാര്യയായ സതിയുടെ വേർപാടിന് ശേഷം ഒറ്റയ്ക്കായിരുന്നു. ഒരു ഘട്ടത്തിൽ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ശ്രീരാമൻ മഹാദേവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശ്രീരാമൻ ശിവനോട് ഒരു വരം ചോദിച്ചു. പാർവതീദേവിയുടെ വിവാഹാലോചന വരുമ്പോൾ ഭഗവാൻ അത് നിരസിക്കരുത്. ശ്രീരാമൻ്റെ അഭ്യർത്ഥനയ്ക്ക് വഴങ്ങി ശിവൻ മറുപടി നൽകി. സമയമാകുമ്പോൾ പാർവതീദേവിയെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പു നൽകി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ താരകൻ എന്ന അസുരൻ ദേവന്മാരെ ദുരിതത്തിലാക്കിയപ്പോൾ ദേവന്മാർക്ക് ഒരു പരിഹാരം ലഭിക്കുന്നതിനായിട്ട് ബ്രഹ്മദേവനെ സമീപിച്ചു. മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും പുത്രന് മാത്രമേ താരകാസുരനെ നശിപ്പിക്കാൻ കഴിയൂ എന്ന് ബ്രഹ്മാവ് പ്രവചിച്ചു. ഈ സമയത്ത് മഹാദേവൻ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ദേവന്മാർ കാമദേവനെ വിളിച്ചു വരുത്തി ശിവന്റെ ധ്യാനം തകർക്കാൻ ശ്രമിച്ചു. മനോഹരമായ കാലാവസ്ഥ, സംഗീതം, സുഗന്ധങ്ങൾ എന്നിവ ഉപയോഗിച്ച് ശിവന്റെ ധ്യാനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച കാമദേവൻ നിരാശനായി അദ്ദേഹത്തിന് നേരെ ഒരു അമ്പെയ്തു. മറുപടിയായി ശിവൻ കണ്ണുകൾ തുറന്ന് ചുറ്റുപാടുകളെ പ്രശംസിച്ചു. എന്നാൽ പിന്നീട് അസ്വസ്ഥത മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ 3ാം കണ്ണ് ഉപയോഗിച്ച് കാമദേവനെ നശിപ്പിച്ചു. അപ്പോൾ കാമദേവൻ്റെ ഭാര്യ രതി തൻ്റെ ഭർത്താവിൻ്റെ പുനരുജ്ജീവനത്തിനായി അപേക്ഷിച്ചു. ഭഗവാൻ മഹാദേവൻ തൻ്റെ കാരുണ്യത്താൽ കാമദേവനെ ശാരീരിക രൂപമില്ലാതെ നിലനിൽക്കാൻ അനുവദിച്ചു. ഒരിക്കൽ പാർവതീദേവിയോട് 9 യോഗീശ്വരന്മാർ ചോദിച്ചു, എന്തിനാണ് കുറവുകളുടെ സമുദ്രമായ ശിവനെ ആരാധിക്കുന്നതെന്ന്. അപ്പോൾ പാർവതീദേവി മറുപടി നൽകി, ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സ്നേഹം സ്വയം സന്തോഷത്തിനും താൽക്കാലികത്തിനുമുള്ളതാണെന്ന് പാർവതീദേവി വിശദീകരിച്ചു. ഭഗവാൻ മഹാദേവനോടുള്ള തൻ്റെ സ്നേഹം നിസ്വാർത്ഥമാണെന്നും മറിച്ച് മഹാദേവൻ്റെ സന്തോഷത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും പാർവതീദേവി വെളിപ്പെടുത്തി. എത്ര ജന്മങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും താൻ അവിവാഹിതയായി തുടരുകയോ ചെയ്താലും മഹാദേവനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂവെന്ന കാര്യത്തിൽ പാർവതീദേവി ഉറച്ചു നിന്നു. അങ്ങനെ പാർവതീദേവിയുടെ തപസ്സിലും ഭക്തിയിലും സ്നേഹത്തിലും മഹാദേവൻ പ്രസന്നനായി. അങ്ങനെ മഹാദേവൻ പാർവതീദേവിയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. വിവാഹ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ എല്ലാ ദേവീദേവന്മാരെയും വിളിച്ചു വരുത്തി ഒരു പ്രഖ്യാപനം നടത്താൻ മഹാദേവൻ ആവശ്യപ്പെട്ടു. വിവാഹവസ്ത്രം ധരിച്ച് അവർ തയ്യാറെടുക്കുകയായിരുന്നു. വരനായ ശിവന്റെ അലങ്കാരത്തിൽ ആരും ശ്രദ്ധ ചെലുത്തിയില്ല. ഇത് കണ്ട് ശിവൻ ഭൂതപ്രേതങ്ങളെ ഘോഷയാത്രയിൽ പങ്കുചേരാനും തന്നെ അലങ്കരിക്കാനും ആവശ്യപ്പെട്ടു.
ഇതിൻ്റെ ഫലമായി അസാധാരണമായ ഒരു വിവാഹ ഘോഷയാത്ര നടന്നു. തേളുകമ്മലുകൾ, പാമ്പുകളുടെ മാല, ചാരങ്ങൾ എന്നിവയാൽ ശിവൻ അലങ്കരിച്ചിരുന്നു. ഇതൊരു ഭയാനകമായ കാഴ്ചയായിരുന്നു. ശിവന്റെ പ്രത്യക്ഷതയിൽ ലജ്ജ തോന്നിയ ദേവീദേവന്മാർ ആദ്യം അദ്ദേഹത്തിന് മുന്നേ നടക്കാൻ പദ്ധതിയിട്ടു. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ശിവനെ വീണ്ടും ധ്യാനത്തിലേക്ക് നയിക്കുമെന്നും അത് സങ്കീർണതകൾക്ക് കാരണമാകുമെന്നും ബ്രഹ്മാവ് ഉപദേശിച്ചു. അങ്ങനെ ഘോഷയാത്ര ആരംഭിച്ചപ്പോൾ വിഷ്ണുവും ദേവീദേവന്മാരും മുന്നോട്ട് നടന്നു. ശിവൻ ഭൂതപ്രേതങ്ങളുമായി വിചിത്രവും പൊരുത്തമില്ലാത്തതുമായ ഒരു ഘോഷയാത്ര സൃഷ്ടിച്ചു. വിഷ്ണുവിനെ കണ്ട ഹിമാചലിലെ ജനങ്ങൾ വരന്റെ വരവിൽ ജിജ്ഞാസ പ്രകടിപ്പിച്ചു. വരൻ പിന്നിലാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ആത്മാക്കളുടെയും പ്രേതങ്ങളുടെയും അകമ്പടിയോടെ ശിവനെ കണ്ടപ്പോൾ ആളുകൾ ഭയന്ന് ഓടിപ്പോയി. പാർവതീദേവിയുടെ അമ്മയായ മൈനാദേവി ശിവന്റെ വരവിൽ പരിഭ്രാന്തയായി. ആദ്യം തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ അനുവദിച്ചില്ല. പിന്നീട് ശിവൻ മഹാദേവനാണെന്നും ഇതെല്ലാം ദിവ്യ ഇച്ഛയുടെ ഭാഗമാണെന്നും വിശദീകരിച്ചുകൊണ്ട് നാരദമുനി ഇടപെട്ടു. ശിവനും പാർവതിയും തമ്മിലുള്ള ഐക്യം ശാശ്വതമാണെന്ന് അദ്ദേഹം മൈനാദേവിക്കും ഹിമവാനും ഉറപ്പു നൽകി. ഒടുവിൽ മൈനാദേവിയെ ബോധ്യപ്പെടുത്തി വിവാഹവുമായി മുന്നോട്ട് പോകാൻ സമ്മതിച്ചു. അങ്ങനെ ദേവതകളും പങ്കെടുത്ത വിവാഹത്തിന് ഒരു പുതിയ ശുഭമുഹൂർത്തം തിരഞ്ഞെടുത്തു. അങ്ങനെ ബ്രഹ്മദേവന്റെയും വിഷ്ണു ഭഗവാന്റെയും സാന്നിധ്യത്തിൽ മഹാദേവന്റെയും പാർവതീദേവിയുടെയും വിവാഹം മംഗളകരമായി നടന്നു.